everyone, it's me, Mr. Max. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് പോയി കണ്ട് മനസ്സിലാക്കുക. അതേപോലെ കോൺസെപ്റ്റുകൾ അറിയാത്തവർ, വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ട് കോൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. സോ 9th ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ് എ ഈസ് സബ്സെറ്റ് ഓഫ് ബി, ദെൻ എ യൂണിയൻ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എടുക്കുകയാണ്. ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എടുത്തു ആൻഡ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എടുത്തു. എ എന്താണ്? ബിയുടെ സബ്സെറ്റ് ആണ്. സോ ബിയിൽ കണ്ടെയ്ൻഡ് ആണ് എ, അല്ലേ? അപ്പോൾ എ യൂണിയൻ ബി നമുക്ക് ഇതിൽ മനസ്സിലാക്കാം എന്ത്? ബി തന്നെയാണ്. സോ എ യൂണിയൻ ബി വിൽ ബി ബി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വർഗ്ഗങ്ങളുടെ, അതായത് സ്ക്വയറുകളുടെ ലിസ്റ്റ് ആദ്യം എടുക്കുക. എന്നിട്ട് ആ സ്ക്വയറുകൾ ഏതൊക്കെ സംഖ്യകളുടെ സ്ക്വയറുകളാണ്, അതും 40-ന് താഴെ വരുന്ന സ്ക്വയറുകളാണ് നമുക്ക് വേണ്ടത്. സോ 40-ന് താഴെ വരുന്ന സ്ക്വയറുകളൊന്നും എഴുതി നോക്കിയേ. 1, 4 and 9, 16, 25, 36, പിന്നെ വരുന്നത് 49 ആണ്. നമുക്ക് 36 വരെ മതി. സോ ഇത് ഏതൊക്കെ നമ്പേഴ്സാണ് നമുക്കറിയാലോ. ഞാൻ ആ സെറ്റിനെ എ എന്ന് വിളിക്കുകയാണ്. എയിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1, 4 വരുന്നത് 2-നാണ്, 3, 4, 5 and 6. നമുക്ക് ഒരിക്കലും സ്ക്വയറുകളല്ല വേണ്ടത്. എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് എക്സ് സ്ക്വയർ 40-ന് താഴെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എക്സ് പോസിറ്റീവ് ഇൻറ്റീജർ ആണ്, പക്ഷേ എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 ആണ്. സോ അത് 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ഓൾ സബ്സെറ്റ് ഓഫ് 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സെറ്റ് എന്താണ് തന്നിരിക്കുന്നത്? 2 എന്ന് പറയുന്ന ഒരു സെറ്റാണ്, ഒരു സിംഗിൾ ടൺ സെറ്റാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ സബ്സെറ്റുകൾ എന്തൊക്കെയായിരിക്കും വരിക? സിംഗിൾ ടൺ സെറ്റ് ആണെങ്കിൽ ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ. സോ സബ്സെറ്റുകൾ എന്താണ് വരിക? 2 മാത്രമാണോ വരിക? അല്ല, ഓർത്തിരിക്കണം, നൾ സെറ്റ് എപ്പോഴും ഏതൊരു സെറ്റിൻ്റെയും ഒരു സബ്സെറ്റ് ആയിരിക്കും. സോ സബ്സെറ്റുകൾ ഏതൊക്കെയാണ്? 2, 5 ആണ് വരിക. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 10th ക്വസ്റ്റ്യൻ നോക്കിയാൽ ലെറ്റ് യു ഈക്വൽ ടു 1, 2, 3 മുതൽ 8 വരെയാണ് തന്നിരിക്കുന്നത്. A 2, 3 and B 3, 4, 5. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി നോക്കിക്കേ. എ യൂണിയൻ ബി എങ്ങനെയാണ്? 2ഉം 3ഉം എയിലുണ്ട്, 3, 4, 5 ബിയിലുണ്ട്. സോ എ യൂണിയൻ ബി, ഇത് എല്ലാ എലമെൻസിൻ്റെയും സമ്മാണ് വേണ്ടത്. സോ 2, 3 and 4, 5. ഓക്കെ, ഇനി എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് കാണാൻ എളുപ്പമല്ലേ? സിമ്പിളാണ്. A 2, 3 ആണ്. യൂണിവേഴ്സൽ സെറ്റ് 1 മുതൽ 8 വരെയാണ് തന്നിരിക്കുന്നത്. സോ എ കോംപ്ലിമെൻറ്റ് എന്ത് വരും? 2, 3 ഒഴിച്ച് ബാക്കി വരുന്ന എല്ലാ എലമെൻസും 4, 5, 6, 7, 8. ഓക്കെ, ആൻഡ് ബി തന്നിരിക്കുന്നത് 3, 4, 5 ആണ്. സോ ബി കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? 3, 4, 5 കഴിഞ്ഞ് ബാക്കി വരുന്ന എല്ലാ എലമെൻസും വരും. സോ 1, 2, 6, 7, 8. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നോക്കിയേ, 11ാമത്തെ ചോദ്യമാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു വെൻ ഡയഗ്രാം കൺസിഡർ ചെയ്ത് നോക്കാം. ഇത് എൻ്റെ യൂണിവേഴ്സൽ സെറ്റാണ്. ഞാനിതിൽ എ എടുത്തു. ഇതാണ് എൻ്റെ എ. എ കോംപ്ലിമെൻ്റ് ഏതാണ്? ഇത് എ ആണ്. ഓക്കെ, ആൻഡ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എ ഒഴിച്ച് ബാക്കി വരുന്ന യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെൻസും, ഇത്രയും ഭാഗമാണ് എൻ്റെ എ കോംപ്ലിമെൻറ്റ്. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് ആണ് എനിക്ക് അറിയേണ്ടത്. എയിലെയും എ കോംപ്ലിമെൻറ്റിലെയും എലമെൻസുകളുടെ ഇൻ്റർസെക്ഷൻ അഥവാ കോമൺ എലമെൻസ് ആണ് എനിക്ക് വേണ്ടത്. എയ്ക്കും എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റിനും കോമൺ എലമെൻസ് ഉണ്ടോ? ഇല്ല. സോ നമുക്ക് എന്ത് പറയാം? 5 ആണെന്ന് പറയാം. ഓക്കെ, ഇതാണ് ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ എന്ന് പറയുന്നത് സെറ്റ് എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് 6. അപ്പം 6ൻ്റെ ഫാക്ടേഴ്സ് അറിയണമല്ലോ. 1ഉം 6ഉം എന്തായാലും ഫാക്ടേഴ്സ് ഓഫ് 6 ആണ്. സോ ബാക്കി വരുന്നത് 2 and 3 ആണ് സെറ്റ് എയിൽ ഉണ്ടാവുക. ആൻഡ് ബി എന്ന് പറയുന്ന സെറ്റ് എക്സ് ഈസ് ആൻ ഈവൺ ഇൻറ്റീജർ. ഈവൺ ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ്? അതും 2നും 9നും ഇടയ്ക്ക് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 9. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. സോ 2 വരും, പിന്നെ 2ന് മുകളിലേക്കുള്ള എലമെൻറ്റ്സ്, പിന്നെ 9നേക്കാളും താഴോട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ഇവിടെ 9 ഉൾപ്പെടുന്നില്ല. ഓക്കെ, അത് ഓർത്ത് വെക്കാം. സോ 2 മുതൽ 9 വരെയുള്ളതിൽ
ഏതൊക്കെ ഇൻറ്റീജേഴ്സ് ആണ് നോക്കിയാൽ ഈവൻ ഇൻറ്റീജേഴ്സ് ആണ് വേണ്ടത് നമുക്ക്. 2 ഉണ്ട്, 4, 6 നോക്കിക്കുക. 2, 4, 6, 8, 9ൽ താഴെയാണ്. ഓക്കെ, ദെൻ ഫൈൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് പറഞ്ഞിട്ടുള്ളത്. എ കിട്ടി, ബി കിട്ടി. എ ഇൻ്റർസെക്ഷൻ ബി കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എ ഇൻ്റർസെക്ഷൻ ബി നോക്കിയേ. ഇത് രണ്ടിൽ കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഈവൻ നമ്പേഴ്സ് ആണ്. നോക്കിയാൽ മതി. 2 and 6 ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി. ക്ലിയർ ആണല്ലോ. സോ 12th ക്വസ്റ്റിനിലേക്ക് പോവാം. 2023 ഒരു ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. ലെറ്റ് എ എന്ന് പറയുന്നത് 2, 3, 4, 6 ആണ്. ആൻഡ് ബി 2, 3, 5, 7. യൂണിവേഴ്സൽ സെറ്റ് 1 to 8 ആണ്. ഫൈൻഡ് എ കോംപ്ലിമെൻറ്റ്. എ എന്ന് പറയുന്ന സെറ്റ് തന്നിരിക്കുന്നു. എ കോംപ്ലിമെൻറ്റ് 2, 3, 4, 6 ഒഴിച്ച് ബാക്കി വരുന്ന എലമെൻറ്റ്സ് 1, 5, 7, 8. ഓക്കെ. ബി കോംപ്ലിമെൻറ്റ് 2, 3, 5, 7 ഒഴിച്ച് ബാക്കി വരുന്നത് 1, 4, 6, 8 ആണല്ലോ. ഇനി നമുക്ക് വെരിഫൈ ചെയ്യണം എന്ത്? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. നോക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡി മോർഗൻസ് ലോ വരുന്നുണ്ട്. സോ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നോക്കാം നമുക്ക് എ യൂണിയൻ ബി. ആദ്യം എ യൂണിയൻ ബി കാണാം. എ യൂണിയൻ ബി എന്താണ്? 2, 3, 4, 5, 6, 7 അല്ലേ? എ ഇതാണ് ആൻഡ് ബി ഇതാണ്. സോ നമുക്ക് എന്ത് പറയാം? എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് നോക്കിയേ. ഇതൊഴിച്ച് ബാക്കി വരുന്ന യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻറ്റ്സ് 1 and 8 ആണല്ലോ. ഇനി എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എയിലെയും എ കോംപ്ലിമെൻറ്റിലെയും ബി കോംപ്ലിമെൻറ്റിലെയും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് 1 ഉണ്ട് ആൻഡ് 8 ഉണ്ട് അല്ലേ? 5, 7 ഇതിലുണ്ടോ? ഇല്ല. ഇത് രണ്ടും ഇല്ല. സോ നമുക്ക് വരുന്നത് 1 and 8 ആണ്. ഇതിൽ നിന്ന് ഇതാ ഇവിടെ നോക്കിയേ. ഇതിൽ നിന്ന് മനസ്സിലാക്കാം എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. സോ ഇറ്റ്സ് വെരിഫൈഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. നോക്കിയേ 13ാമത്തെ ചോദ്യം. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് 5 ആണ്. രണ്ടിലും കോമൺ ആയിട്ടൊന്നും ഉണ്ടാവില്ല. എയും എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാൾ എടുത്തു, അതിൽ കോമൺ ആയിട്ടൊന്നുമില്ല. ഓക്കെ. ആൻഡ് ബി ക്വസ്റ്റ്യനിൽ യു തന്നിട്ടുണ്ട്, എ ബി തന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഇവിടെ ഡി മോർഗൻസ് ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബി ആണ് ഇവിടെ ആദ്യം കാണേണ്ടത്. നമുക്ക് 2 ലോസ് ആണ് ഡി മോർഗൻസിൽ വരുന്നത്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് വിൽ ബി ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ. സോ എ ഇൻ്റർസെക്ഷൻ ബി എ 2, 3, 4, ബി 2, 3, 4, 6. രണ്ടിൽ കോമൺ ആയിട്ട് വരുന്നത് 2, 3, 4. ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്താണ്? 2, 3, 4 ഒഴിച്ച് ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ വരുന്ന എലമെൻറ്റ്സ് 1, 5 and 6. ഓക്കെ. ഇനി എ കോംപ്ലിമെൻറ്റ് എന്താണ്? 2, 3, 4 ഒഴികെ ബാക്കി വരുന്ന എലമെൻറ്റ്സ് 1, 5 and 6. ആൻഡ് ബി കോംപ്ലിമെൻറ്റ് 5, 1, 5 മാത്രമാണല്ലേ വരുന്നത്? 1, 5 മാത്രമാണ് വരുന്നത്. ആൻഡ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് എടുത്തേ. ഇത് രണ്ടിലും കോമൺ അല്ല വേണ്ടത്, യൂണിയനാണ് എടുക്കുന്നത്. യൂണിയൻ എന്താണ്? ഇത് മിക്സ് എഴുതുക, സമ്മ എഴുതുക. 1, 5 and 6. ഇവിടെ നോക്കാം നിങ്ങൾക്ക്. ഇവിടെ നിന്ന് എന്താ മനസ്സിലാക്കാം? എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ്. സോ ഇറ്റ്സ് വെരിഫൈഡ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. നോക്കുക 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലെറ്റ് യു എന്ന് പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഇൻറ്റീജർ -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4. -4 ഉൾപ്പെടില്ല, 4 ഉൾപ്പെടില്ല, അതിനിടയിൽ വരുന്ന ഇൻറ്റീജേഴ്സ്. സോ നമുക്ക് യു എങ്ങനെ എഴുതാം? -3, -2, 0, സോറി 1, -1, 0, 1, 2, 3. ഓക്കെ. ആൻഡ് എ എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അത് ഇൻറ്റീജേഴ്സ് ആണ്. സോ 0 ഉണ്ട്, 1, 2 and 3 ഉണ്ട്. ഇനി ബി -3ക്കും 1നും ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സ്. -3യും 1 ഉൾപ്പെടുന്നില്ല. -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണ്. അവിടെ ഓർ ഈക്വൽ ഇല്ല. സോ -2, -1, 0, 1 ഉൾപ്പെടില്ല. ലെസ് ദാൻ 1 ആണ്. സോ 0 വരെ. ഓക്കെ.
നമുക്ക് എയും ബിയും റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് ഫസ്റ്റ് പാർട്ട്. സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് വീണ്ടും ഡിമോർഗൻസ് ലോ വന്നിരിക്കുകയാണ്. സോ ആദ്യം നമുക്ക് എ യൂണിയൻ ബി ഒന്ന് കാണാം. എ യൂണിയൻ ബി വന്നിരിക്കുന്നത് 0 നെഗറ്റീവ് പാർട്സ് ആദ്യം എഴുതാം. -2 -1 0 1 2 and 3. ഓക്കെ, എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ത് വരും? യൂണിവേഴ്സൽ സെറ്റ് ഇതാണ്. സോ എന്ത് വരും? അതിൽ വരാത്ത ആകെ ഒരു എലമെൻറ്റ്സ് -3 ആണ്. ഓക്കെ, ഇനി എ കോംപ്ലിമെൻറ്റ് എന്താണ്? ഇവിടെ നോക്കിയാൽ എ കോംപ്ലിമെൻറ്റ് കാണാം. എ കോംപ്ലിമെൻറ്റ് -3 -2 -1 ആണല്ലേ. ആൻഡ് ബി കോംപ്ലിമെൻറ്റ് വരുന്നത് 1 2 3 and -3 ആണല്ലോ. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് വെച്ച് നമുക്ക് ഇൻ്റർസെക്ഷൻ കാണാം. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് വരുന്നത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? -3 ആണല്ലേ. ഒരേ ഒരു നെഗറ്റീവ് നമ്പറാണ് വരുന്നത് -3. നോക്കിക്കേ, ഇവിടെ വെരിഫൈഡ് ആണ് എന്ത്? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ് എന്ന് പറയുന്നത് ABCD ആണ്. വൈ സെറ്റ് FBDG. നമുക്ക് x - y കാണണം, x ഇൻ്റർസെക്ഷൻ y കാണണം. സോ x - y എന്ന് പറയുമ്പോൾ എക്സിൽ നിന്ന് y ആണ് കുറയ്ക്കേണ്ടത്. എക്സിലുള്ള എലമെൻസിൻ്റെ അകത്തുനിന്ന് വൈയിലുള്ള എലമെൻസ് ആണ് കുറയ്ക്കേണ്ടത്. എക്സിൽ ഓൾറെഡി ഏതൊക്കെയുണ്ട്? ABCD ഉണ്ട്. അതിൽ നിന്ന് വൈയിലുള്ള എലമെൻറ്റ്സ് കുറയ്ക്കണം. വൈയിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? FBDG. ഇത് രണ്ടിൽ കോമൺ ആയിട്ട് വരുന്ന BD ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ A and C ആണ് നമ്മുടെ x - y. ക്ലിയർ ആണല്ലോ. എക്സിൽ ABCD ഉണ്ട് ആൻഡ് വൈയിൽ FBDG. എക്സിൽ നിന്ന് y കുറയ്ക്കുക എന്ന് വെച്ചാൽ എക്സിലുള്ള എലമെൻറ്റ്സ് ആണ് എഴുതേണ്ടത്. അതിൽ y കുറയ്ക്കണം. ഓക്കെ, ഒന്നുകൂടി പറയാം. എക്സിലുള്ള എലമെൻറ്റ്സ് ABCD ആണ്. സോ അതിൻ്റെ അകത്തുനിന്ന് വൈയിലുള്ള എലമെൻറ്റ്സ് കുറയ്ക്കണം. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് BD ആണ്. സോ BD അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് AC ആണ്. ഓക്കെ, ഇനി എക്സ് ഇൻ്റർസെക്ഷൻ y എന്താണ്? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? BD. ക്ലിയർ ആണ്. ഇനി സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് ഈസ് ട്രൂ ഓർ ഫാൾസ്. ഇഫ് A ഈസ് എ സബ്സെറ്റ് ഓഫ് B, ഒന്നുകിൽ A സബ്സെറ്റ് ഓഫ് B അല്ലെങ്കിൽ ഈക്വൽ ടു B, ദെൻ A യൂണിയൻ B എന്ന് പറയുന്നത് B ആണെന്നാണ് ചോദ്യം. നമുക്കൊരു വെൻ ഡയഗ്രാം പോലെ അത് കമ്പയർ ചെയ്ത് പഠിക്കാം. B എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ഒന്നുകിൽ A എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. ഓക്കെ, ഇതാണ് എൻ്റെ A, ഇതാണ് B. A എന്ന് പറയുന്ന സെറ്റ് ഒന്നുകിൽ ബിയിൽ ഫുൾ കണ്ടെയ്ൻഡ് ആണ്, അല്ലെങ്കിൽ എയും ബിയും എന്താണ്? എയും എൻ്റെ B എന്ന് പറയുന്ന സെറ്റും സെയിം ആണ്. ഇതിൽ 1 2 3 ഉണ്ട് ആൻഡ് ഇതിലും 1 2 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ A യൂണിയൻ B എന്തായിരിക്കും? B തന്നെയാണ് അല്ലേ. A യൂണിയൻ B തന്നെയാണ്. ഇനി ഇവിടെ നോക്കിയേ, A യൂണിയൻ B എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? നമുക്ക് B തന്നെയാണല്ലേ. B തന്നെയാണ്. എയിലും ബിയിലും വരുന്ന എലമെൻറ്റ്സ് 1 2 3 തന്നെയാണ്. സോ A യൂണിയൻ B ആണ്. ഓക്കെ, അല്ലെങ്കിൽ A എന്ന് പറയാം. പക്ഷേ ഇവിടെ ഒരു സബ്സെറ്റ് കണ്ടീഷൻ വരുന്നത് കൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് ഏതാണ് ആൻസർ വരിക? B ആണ്. സോ ഇവിടെ അത് പ്രൂവ്ഡ് ആണ്. നിങ്ങൾ വെൻ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. ഓക്കെ, സോ ഇത്രയാണ് നമ്മളെ ഡിസ്കഷൻസ് ഒക്കെ വരുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്താൽ നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഏകദേശം 7 മാർക്കിനോളമാണ് നിങ്ങൾക്ക് സെറ്റ്സിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അത് മാക്സിമം സ്കോർ ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.